ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. നിങ്ങളെ സ്വന്തം വരുൺ സർ ആണ്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലടാ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ മാഗ്നറ്റിസം അഥവാ കാന്തികത എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് വളരെ ചെറുതാണെങ്കിലും ഇതിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ കൺസെപ്റ്റ് എന്താണ്? പെർമനന്റ് മാഗ്നറ്റ്സ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്സ് അല്ലെ, സ്ഥിരകാന്തങ്ങളും താൽക്കാലിക കാന്തങ്ങളും. അപ്പോൾ ഇതിനെ കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല. പക്ഷേ ഈ ഒരു പോർഷന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. അത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ അടുത്ത സ്ലൈഡിൽ കാണും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഈ പെർമനന്റ് മാഗ്നറ്റ്സ് അല്ലെങ്കിൽ സ്ഥിരകാന്തങ്ങൾ എന്താണ്, അതേപോലെ ടെമ്പററി മാഗ്നറ്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റ്സ് അല്ലെങ്കിൽ സ്ഥിരകാന്തങ്ങൾ എന്താണ്? യെസ്, ആ വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ്? പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിരം. എന്താണ്? ഈ ഒരു മാഗ്നറ്റ്സിന് അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നഷ്ടപ്പെടില്ല കേട്ടോ, കാന്തിക ശക്തി നഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള കാന്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? പെർമനന്റ് മാഗ്നറ്റ്സ് അഥവാ സ്ഥിരകാന്തങ്ങൾ എന്ന് പറയുക കേട്ടോ. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിൽ പഠിക്കുന്നില്ലേ, കൃത്രിമ കാന്തങ്ങൾ പല ഷേപ്പിൽ പല പേരുകൾ പഠിക്കുന്നുണ്ട്. ബാർ മാഗ്നറ്റ്, യു മാഗ്നറ്റ് ഇല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ പെർമനന്റ് മാഗ്നറ്റ്സ് ആണ്. അതേപോലെ നമ്മൾ മാഗ്നറ്റൈസേഷനിൽ അല്ലെങ്കിൽ കാന്തവൽക്കരണത്തിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? യെസ്, അതായത് ഒരു ഹാക്സോ ബ്ലേഡിനെ അല്ലെങ്കിൽ ഉരുക്കിനെ എങ്ങനെ ഒരു കാന്തമാക്കി മാറ്റാം അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പെർമനന്റ് മാഗ്നറ്റ്സ് മനസ്സിലായില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ സ്റ്റീൽ ഈസ് യൂസ്ഡ് ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്സ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉരുക്ക് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്, സസെപ്റ്റിബിലിറ്റി അതേപോലെ റിറ്റൻറ്റിവിറ്റി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല തന്നെയാണ് അല്ലേ? അപ്പോൾ സസെപ്റ്റിബിലിറ്റി പറഞ്ഞാൽ എന്താ? യെസ്, ഞാൻ ഒരു കാന്തത്തിൻ്റെ അടുത്ത് ഞാൻ ഒരു കാന്തിക വസ്തുവിനെ കൊണ്ടുവെക്കുവാണെങ്കിൽ ഈ ഒരു കാന്തത്തിൻ്റെ സ്വാധീനം കാരണം ഇതിനെന്ത് കിട്ടും? യെസ്, ഇതിനൊരു കാന്തിക ശക്തി കിട്ടും അല്ലേ? ഈ ഒരു കാന്തിക വസ്തുവിന് ഒരു കാന്തിക ശക്തി ലഭിക്കും അല്ലേ? അപ്പോൾ ആ ഒരു കഴിവിനാണ് നമ്മൾ എന്ത് പറയാ? സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശകത എന്ന് പറയാ. ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. ഒരു കാന്തത്തിന്റെ അടുത്ത് വരുമ്പോൾ എന്തായി? യെസ്, ഈ ഒരു കാന്തിക വസ്തു എന്തായി? അതിന്റെ വശത്തിലായി കേട്ടോ. ഇതിന് എന്ത് ലഭിച്ചു? ഇതിന് ഒരു കാന്തിക ശക്തി ലഭിച്ചു കേട്ടോ. അതിനാണ് നമ്മൾ എന്ത് പറയുക? സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശകത. അപ്പോൾ ഈ സ്റ്റീലിന് അല്ലെങ്കിൽ ഉരുക്കിന് സസെപ്റ്റിബിലിറ്റി വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, അത്ര പെട്ടെന്ന് എന്താവില്ല, പെട്ടെന്ന് കാന്തിക ശക്തി ലഭിക്കില്ല. പക്ഷേ ഈ ഉരുക്കിന് കാന്തിക ശക്തി ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് നിലനിർത്താനുള്ള കഴിവോ? യെസ്, വളരെ കൂടുതലാണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? റിറ്റൻറ്റിവിറ്റി എന്ന് പറയാ അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഒരു കഴിവ് കാരണം, അതായത് കുറവാണെന്ത്? സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ വശകത. അതേപോലെ റിറ്റൻറ്റിവിറ്റി എന്താണ്? കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീലിനെ എന്തിനു യൂസ് ചെയ്യും? ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്സ് കേട്ടോ. ഉരുക്കിനെ എന്തിനു യൂസ് ചെയ്യും? സ്ഥിരകാന്തങ്ങളെ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു കേട്ടല്ലോ. ഈസി അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടെമ്പററി മാഗ്നറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇലക്ട്രോ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ വൈദ്യുത കാന്തങ്ങൾ അതിൻ്റെ കാന്തിക ശക്തി എത്ര സമയം വരെ ഉണ്ടാവുക? അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഞാൻ ഇവിടുന്ന് മാറ്റുവാണ്. ഈ ഒരു കണക്ഷൻ എന്ത് ചെയ്യുന്നു? കണക്ഷൻ ഇവിടെ ഞാൻ ഡിസ്കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആണീൻ്റെ കാന്തിക ശക്തി ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അപ്പം തന്നെ എന്താവും? ഇതിന് കാന്തിക ശക്തി നഷ്ടപ്പെടും അല്ലേ? അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയാ? ടെമ്പററി മാഗ്നറ്റ്സ് അല്ലെങ്കിൽ താൽക്കാലിക കാന്തങ്ങൾ കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കാന്തങ്ങൾക്ക് എന്തില്ല? കാന്തിക ശക്തി കുറേ സമയത്തേക്ക് നിലനിർത്താൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ടെമ്പററി മാഗ്നറ്റ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വൈ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ടെമ്പററി മാഗ്നറ്റ്സ്? താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പച്ചിരുമ്പ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുക? സസെപ്റ്റിബിലിറ്റി അതേപോലെ റിറ്റൻറ്റിവിറ്റി നമ്മൾ പറയും. നേരത്തെ നമ്മൾ സ്റ്റീലിൻ്റെ കേസിൽ പഠിച്ചു. സസെപ്റ്റിബിലിറ്റി എന്തായിരുന്നു? വളരെ കുറവാണ് സ്റ്റീലിന് അല്ലേ? പക്ഷേ റിറ്റൻറ്റിവിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ പച്ചിരുമ്പിന് സസെപ്റ്റിബിലിറ്റി വളരെ കൂടുതലാണ്.
ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു പച്ചിരുമ്പ് ഞാൻ ഒരു കാന്തത്തിന്റെ അടുത്ത് കൊണ്ടുപോവാണ്, അതേപോലെ ഈ കാന്തം കൊണ്ട് ഞാൻ കുറച്ച് നേരം റബ്ബ് ചെയ്യുവാണെങ്കിൽ 1-2 പ്രാവശ്യം റബ്ബ് ചെയ്താൽ എന്താവും? യെസ്, ഇതിന് കാന്തിക ശക്തി ലഭിക്കും കേട്ടോ. നമ്മളെ വൈദ്യുത കാന്തങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്ത് ചെയ്യും? യെസ്, ആ ബാറ്ററിക്ക് കണക്ട് ചെയ്താൽ ആ സമയം ആ ഒരു നിമിഷത്ത് തന്നെ ഇതെന്തായി മാറി? ഒരു കാന്തമായി മാറി കേട്ടോ. അപ്പോൾ വശകത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവാണ്. അതായത് റിറ്റൻറ്റിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്താവും? ഇതിന് പെട്ടെന്ന് അതിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടും കേട്ടോ. സോ ദാറ്റ്സ് വൈ സോഫ്റ്റ് അയൺ ഈസ് യൂസ് ടു മേക്ക് ടെമ്പററി മാഗ്നറ്റ്സ്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മളെ ലൈവ് ക്ലാസ്സിൻ്റെ ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.